ആ എടി എല്ലാം കൂടെ വാരി അതിനകത്ത് ഇടല്ലേ ഓരോ നേരമായിട്ട് ഉണ്ടാക്കി വയ്ക്കേ ഇതെല്ലാം ആർക്ക് തിന്നാനായിട്ട് എന്നെ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കോ? ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പോവാ ഞാൻ ഇനിയിപ്പം. ഞാൻ എല്ലാവരും വാരി ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നിന്റെ അടുത്ത്. അതിപ്പോ ഉപ്പൊക്കെ കൂടുതലതിനകത്ത് മനുഷ്യന് വായിൽ വെച്ച് തിന്നാൻ പറ്റണത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഉപ്പ് കൂടിയെന്ന്? നിങ്ങൾ തൊട്ട് നോക്കി നോക്കിയാ? ഞാനല്ലേ അതിന്റെ രുചി നോക്കിയത്. എനിക്ക് മണക്കൊക്കെ പറയാൻ പറ്റും. അയ്യോ മണത്ത് നോക്കുന്ന ഒരു മന്നൻ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓ വീട്ടുകാരെ പറഞ്ഞതല്ല. മുമ്പളെ മര്യാദയ്ക്ക് അടക്കി ഒതുക്കി പറഞ്ഞു വിടണം. പാചകം നല്ല കൃത്യമായിട്ട് ചെയ്ത് പഠിപ്പിച്ചു വിടണം. ഇതൊന്നുമില്ല. എന്നെ എന്താ വേണമെങ്കിലും പറഞ്ഞോളൂ. എന്റെ വീട്ടുകാരെ ആവശ്യമുള്ളത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്റെ വീട്ടുകാരെ ഇഷ്ടമല്ല. എനിക്ക് നല്ലതുപോലെ അറിയാം. ഇഷ്ടപ്പെട്ടെടുത്താലും മതി. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ ചെറുക്കൻ്റെ കാര്യം എന്തായി? കനകന്റെ കാര്യമല്ല, എന്റെ അഴകേശന്റെ കാര്യം. അതെന്താ കുഴപ്പം? ഒറ്റ കുഴപ്പമുള്ളൂ, നിങ്ങളുടെ അളിയനായി പോയ ഒറ്റ കുഴപ്പം. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓരോരോ കാര്യം പറഞ്ഞങ്ങ് ഒഴിവാക്കും. അവൻ എനിക്ക് അനിയനെ പോലെ തന്നെ. പക്ഷേ ഇപ്പൊ അവന് പെണ്ണ് കിട്ടാത്തതിന് ഈ മണ്ണും പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു വിധിയാ. അതൊക്കെ നടക്കുള്ളൂ. തിളച്ച എണ്ണയാണ്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാണ്. മോന്തയ്ക്ക് ഒഴിക്കൊന്നുമില്ല, എന്റെ ദേഹത്ത് തെറിക്കും. നിങ്ങൾ ഒന്ന് കൈയിടാൻ നോക്കിയാല്. ഞാൻ മാറിയിരിക്കണത്. ഞാൻ അത്ര നേരം അവിടെ എല്ലാത്ത കൂട്ടിത്തരാൻ ഉണ്ടായിരുന്നല്ലേ. ഒന്ന് അടങ്ങിയിരിക്കുമെങ്കിൽ ഞാൻ ബാക്കി രുചിയായിട്ട് ഉണ്ടാക്കി തരും. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയും കാട്ടിക്കൂട്ടി വെച്ചത് എന്റെ പാട്ടിന് ഞാൻ നാട്ടുകാരൊക്കെ നിങ്ങൾ അടങ്ങിയിരിക്കും ആദ്യം. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ നാനാ സിംഗിന്റെ പെങ്ങളെ അവൻ എന്ത് ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? അവന് ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് ഇഷ്ടമല്ലായിരുന്ന? എന്നിട്ട് നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്ന? ഇനി പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിയേറ്റ് മരിക്കുന്ന ഒരു പട്ടാളക്കാരെ സംബന്ധിച്ച് അഭിമാനമാണ്. പക്ഷെ ഭാര്യയുടെയും അളിയന്റെയും കൈകൊണ്ട് മരിച്ചാലോ? ഞാൻ പിടിച്ചൊക്കെ തള്ളിയിടും. ഇത് മൊത്തം തരല്ലേ? കണ്ണാപ്പല്ലേ വെള്ളം കുടഞ്ഞിട്ടിട്. അതപ്പുറത്തം കണ്ട കിടപ്പുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. കൈയൊന്നും പൊള്ളിച്ചു വെക്കരുത്. ഞാൻ കാര്യമായിട്ട് പിന്നെ ഞാൻ എന്റെ പുറകെ കിടക്കണ്ടേ? തീയൊക്കെ കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ. അത് കരിഞ്ഞു പോകുമെന്ന്. പിന്നെ ഞാൻ ആദ്യമായിട്ടില്ലേ അടുക്കള കയറണം. ആളുകൾ വിചാരിക്കണ പട്ടാളക്കാരൻ ഭയങ്കരനാണ്. പപ്പടം കൂടെ വറുത്താ മതിയാ? പപ്പടം കൂടെ വറുത്താ മതിയാന്ന്? എനിക്ക് വേണ്ട. നല്ല കാര്യമായി പോയി. വറുത്ത് വേഗം ഇങ്ങനെ തിളച്ച് വരണം. അയ്യോ അതൊന്നും ആയില്ല, ഇവിടെ കിടക്കട്ടെന്ന്. ഇതങ്ങോട്ട് ചെയ്യാം. ഈ പാത്രോടെ കഴി വെച്ചാലേ ഞാൻ കഴുകാം. ഓ ഒന്ന് അങ്ങോട്ട് മാറി മനുഷ്യ. എനിക്ക് വലിയ കഷ്ടമാണല്ലോ. എന്നാ പിന്നെ ഇതുകൂടെ കഴുകിട്ടാര്. സാമ്പാർ വയ്ക്കാം. ഒരു സാമ്പാറും കൂടെ അങ്ങ് വയ്ക്കാം. എന്തൊക്കെയായി? സാമ്പാറായി, കപ്പയായി, പുളിശ്ശേരിയായി, മീൻകറിയായി, മീൻ വറുത്തതായി. മതി 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 മതി. പപ്പടം വറുത്തതല്ലോ. ഓക്കെ. പപ്പടം ഞാൻ മറക്കും. കുഴപ്പമില്ലല്ലോ. പണ്ടേ ഇങ്ങനെ ലീവിന് വന്നാൽ എന്റെ പുറകെ നടക്കും ഓരോരോ കാര്യം പറഞ്ഞിടും. മനുഷ്യനെ നാണം കിടത്താനായിട്ട്. പിള്ളേർ വളർന്നൊന്നും ഒരൊറ്റ ചിന്ത പോലും ഇല്ല. ആണോ ഇല്ലാത്തവരും. എന്നാലും മക്കൾ വലുതായ ഒരു മര്യാദ വേണ്ടേ? മക്കൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളടുത്ത് പറഞ്ഞു ജയിക്കാൻ പോണില്ല ഇനി ആരും. പിന്നെന്താ വേണം? അത്ര സമർത്ഥനല്ലേ? നിങ്ങളല്ലേ തീ കൂട്ടി വെച്ചത്? അപ്പോഴേ ഞാൻ പറഞ്ഞു തീ കൂട്ടി വെക്കരുത്. കരിഞ്ഞ് വാരിയല്ല കാല് വയ്യാത്താണ്. ഇടിങ്ങോട്ട് ഞാൻ ഇട്ടോളാം. നീ അവിടെ തീ കുറയ്ക്ക്. ഒന്ന് പറ. തീ കുറച്ച് അത്ര. ഇതൊക്കെ ഇപ്പോഴല്ലേ എനിക്കറിയാം. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട.